നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. ചോലനായിക വിഭാഗത്തിന്റെ ഭക്ഷ്യക്കിറ്റ് വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം. പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ITDP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭക്ഷണം നിഷേധിക്കുന്നത് അനീതിയാണ്. അനീതിക്കെതിരെ അണിനിരക്കുക. സർക്കാർ സംവിധാനങ്ങളുടെ ആദിവാസികളോടുള്ള വംശീയ വിവേചനം അവസാനിപ്പിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്. അജണ്ട എന്താന്ന് വെച്ചാ ഇവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാര് നമ്മുടെ ഈ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞവര് ഈ ഇവിടെ ITDP എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. ഇത് ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിനകത്ത് എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് പോലും അറിയില്ല. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ എന്താ പണി എന്നുള്ളതും അറിയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ITDPക്ക് ഉള്ളത്. അപ്പൊ ഈ ITDPന്റെ അവർക്ക് ആദിവാസികളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കുറെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വെച്ചിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പോയിട്ട് ഏതെങ്കിലും ഒരു കോളനിത്തെ ഒരു കാര്യം പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇവർ പറയും അത് എന്റെ വകുപ്പല്ല, അതിന്റെ ആള് പടല്ല. എന്തെങ്കിലും പറയും അതിന്റെ ആള് പടല്ല എന്ന് പറയും. ആരെങ്കിലും ഒരു വിഷയം വരുമ്പോ പത്രക്കാരോ മാധ്യമക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ, നിങ്ങൾ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ പോയാല് ഇവരത് മറിച്ച് എങ്ങനെയാണോ അത് മറിച്ചിടേണ്ടത് അത് അതിന്റെ വിപരീത ആണ് ഇവർ പറയുന്നത്. പച്ച നോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച നോണ പറഞ്ഞിട്ട് ആളുകളെ മാധ്യമക്കാരാണെങ്കിലും അവരെ പറ്റിച്ചും കൊണ്ട് ആദിവാസികളുടെ പ്രശ്നങ്ങളല്ലേ എന്ന് പറഞ്ഞ പച്ച നോണയാണ് ഇപ്പൊ ഇവരൊക്കെ പറയുന്നത്. ഇപ്പൊ ഭക്ഷ്യക്കിറ്റ് മുടങ്ങി അതൊരു യാഥാർത്ഥ്യമാണ്. അവര് ബുധനാഴ്ചകളിലാണ് ഇവർ ഭക്ഷ്യക്കിറ്റ് അവിടെ എത്തിക്കുക. ആ ബുധനാഴ്ചകളിൽ എല്ലാവരും ഒരു സ്ഥലത്ത് വന്ന് കൂടിയിട്ട് ഇത് വാങ്ങുക ചെയ്യുക. ഒരു മാസത്തോളമായി ഭക്ഷ്യക്കിറ്റ് വിതരണം മുടങ്ങിയിരിക്കുകയാണെന്നും പട്ടികവർഗ വകുപ്പ് ഈ കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. സ്കൂൾ അവധിക്കാലമായതിനാൽ ഹോസ്റ്റലുകളിൽ നിന്നും ഊരുകളിലെത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പട്ടിണിയിലാണെന്നും സമരക്കാർ ആരോപിച്ചു. എത്രയും പെട്ടെന്ന് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയില്ലെങ്കിൽ പട്ടികവർഗ ഓഫീസ് ഉപരോധമടക്കമുള്ള ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. കൊടുംവേനലിൽ വനവിഭവങ്ങൾ കുറഞ്ഞ സാഹചര്യത്തിൽ ചോലനായിക കുടുംബങ്ങളേറെ പ്രതിസന്ധിയിലാണെന്നും സമരക്കാർ ചൂണ്ടിക്കാണിച്ചു. ഉൾവനത്തിൽ അധിവസിക്കുന്ന 70ഓളം കുടുംബങ്ങൾക്കാണ് ബുധനാഴ്ച ദിവസം ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാറുള്ളത്. അതേസമയം ITDPയുടെ ഭക്ഷ്യക്കിറ്റ് വിതരണം മുടങ്ങിയിട്ടില്ലെന്നും കഴിഞ്ഞ 8-ന് കിറ്റ് വിതരണം നടത്തിയതാണെന്നും ITDP ഓഫീസർ SS സുധീർ പറഞ്ഞു. 2 ആഴ്ചയിൽ ഒരിക്കലാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാറുള്ളത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ജില്ലാ മോണിറ്ററിംഗ് സമിതി മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഈ മാസം 22-ന് മുമ്പ് തന്നെ തുടർന്നുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധ സമരം ഭൂസമര സമരനായിക ബിന്ദു വൈലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PA പൌരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PG ഹരി, K സഹദേവൻ, പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി CP നഹാസ്, ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ കൺവീനർ ഏരിക്കുന്നൻ ഷനീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.